പെറ്റൂണിയ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികൾ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ഒക്കെ വാങ്ങി നമ്മൾ കൂട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ അത്തരത്തിലൊരു പണി കിട്ടിയിട്ട് ഞാൻ ഇന്നും ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ 2 പെറ്റൂണിയാസാണ് കേട്ടോ. ഈ ഒരു പെറ്റൂണിയ നമുക്ക് വന്നപ്പോഴേ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഞാൻ നമുക്ക് സെയിൽ ചെയ്ത ആളോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തെന്നറിയാമോ, നമുക്ക് പ്ലാന്റിൻ്റെ തുക റീഫണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ പെറ്റൂണിയാസും നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ വന്നിട്ടുള്ള പെറ്റൂണിയാണ് ഇത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സെല്ലറുണ്ട് നമ്മുടെ യൂട്യൂബിനകത്ത്. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ നിന്ന് വാങ്ങിയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഒന്നിന് 120 രൂപയാണ്. 2 പ്ലാന്റ് വാങ്ങി കേട്ടോ. ഒന്ന് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അടിഭാഗമൊക്കെ പൊട്ടി ഇളകി റൂട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്ലാന്റ് മൊത്തത്തിൽ ഇങ്ങനെ ഇളകി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയോട് ഇൻഫോം ചെയ്തപ്പോൾ പുള്ളിക്കാരി എന്താ പറഞ്ഞതെന്നറിയാമോ, DTDCയുടെ കംപ്ലയിൻ്റ് ആണെന്നും. അതുപോലെ ഇതും ഞാൻ അല്ലാണ്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റാണ്. നമുക്ക് റൂട്ട് പോലും മര്യാദയ്ക്ക് വരാണ്ടാണ് ഇവരൊക്കെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തോരം ഇവരൊക്കെ കാശിന് ആക്രാന്തം ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളതിൽ നിന്ന് അത്രയും പൈസയും വാങ്ങിയിട്ട് ഒരു 450 എന്തോ ആയി ഇതിന് റേറ്റ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചാർജും എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്ലാൻസൊക്കെ ഇത്രയും കെയർലെസ് ആയിട്ട് വിടുന്ന ആൾക്കാർ എന്താ അവരെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് ഇവരോടൊക്കെ. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് പിടിക്കുന്നൊരു വെറൈറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഓറഞ്ച്. ആദ്യം എനിക്ക് ഭയങ്കര കാര്യമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് പിടിച്ച് കിട്ടുന്ന വെറൈറ്റി ആയതുകൊണ്ട് എനിക്ക് ഒരു പ്ലാന്റിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റാർ സീനിയൊക്കെ ഇതുപോലെയൊക്കെ ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട്. മഴയും വെയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശക്തമായി വന്നപ്പോൾ ഒരുപാട് പ്ലാന്റ് നമ്മുടെ ഇന്ന് ലോസ് ആയി കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പെറ്റൂണി ഒരുപാട് സെയിലിന് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ സെയിൽ കൊടുക്കാത്ത എന്താണെന്നറിയാമോ, ഒരു പക്ഷേ നമ്മൾ അയക്കുന്ന പ്ലാൻസ് ഓക്കെ ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റും പോകും. നമുക്ക് കിട്ടുന്ന പൈസയും അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം നമ്മൾ റീഫണ്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ ചുമ്മാ പ്രാക്കും വാങ്ങിക്കേണ്ടി വരും. അത് പേടിച്ചിട്ടാണ് ഞാൻ പെറ്റൂണി അങ്ങനെ സെയിൽ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പെറ്റൂണിയ സെയിൽ ചെയ്യുന്നവർ എത്ര നന്നായിട്ട് പാക്ക് ചെയ്താലും ചെറിയൊരു അപാകത മതിയാവും പെറ്റൂണിയ പോകാനായിട്ട്. കാരണം എന്തായാലും DTDCയിൽ പ്ലാന്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാഴ്സലെടുത്ത് എറിയും. അന്നേരം കറക്റ്റായിട്ട് പ്ലാന്റ് ഇളകും. അപ്പോൾ അത്രയും സെക്യൂറായിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും അല്ലാന്ന് വെച്ചാൽ പ്ലാന്റ് നമ്മുടെ നിന്ന് മിസ്സാവും. നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ഫ്രഷ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റ് സത്യമായിട്ടും അതിൻ്റെ തനിക്കുണം പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. ഞാൻ ഒരു പുള്ളിക്കാരിയുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പേര് പറയാനാണെങ്കിൽ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. ഒരു പുള്ളിക്കാരി മില്യൺ മിൽസ് സെയിൽ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പ്ലാന്റ്സ് വാങ്ങി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ പൈസയൊക്കെ കൊടുത്ത് തന്നെ വാങ്ങിയത് 130 ഒക്കെ ആയി. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം പുള്ളിക്കാരി വിട്ടപ്പോൾ പാഴ്സലിന് ഇതുപോലെ പ്രശ്നം ഉണ്ടായി. പ്ലാന്റ് ഇളകി കയ്യിൽ കിട്ടി. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ പറയുക, അത് തിരികെ അങ്ങ് നട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തു. പക്ഷേ എനിക്കിത് കിട്ടിയില്ല. പിന്നെയും ഒരു 2-3 വട്ടം ഇതേ റിപ്പീറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് പ്ലാന്റ് കറക്റ്റായിട്ട് തന്നിട്ടുമില്ല. അങ്ങനെ ഇതൊരു റോസ്മേരിയുടെ പ്ലാന്റാണ് കേട്ടോ. റോസ്മേരി ഞാനിങ്ങനെ വെറുതെ കൊണ്ടുവച്ചതാണ്. നോക്കൂ, കാട് കണക്ക് ഇങ്ങനെ പിടിച്ച് കിടക്കുന്നു. ഇതിൻ്റെ യൂസസ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് റോസ്മേരി കൊണ്ടുവച്ചത്. 2 പോട്ട് വെച്ചു കേട്ടോ. 2 നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിനൊരു എവിടെയോ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഫ്ലവർ വരുമെന്ന്. അപ്പോൾ അത് വരുമെന്നൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ വച്ചിരിക്കുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിട്ടുപോയി കേട്ടോ. നമുക്ക് ഇടുക്കി റോസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സെല്ലറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇത് നോക്കുമ്പോൾ എൻ്റെ വീട്ടിലും ഇടുക്കിയുടെ റോസ് ഉണ്ട്. സത്യത്തിൽ എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിയാത്തതാണ് കേട്ടോ. നമ്മളിവിടെ മിനിയേച്ചർ പിങ്ക് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. എൻ്റെയിലും ഉണ്ടായിരുന്നു. ഞാൻ അത്രമേൽ ഇങ്ങനെ തെണ്ടി വാങ്ങിക്കും പോലെയാണ് മിനിയേച്ചർ ഇടുക്കി റോസ് നമ്മളെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഫ്ലവർ വിരിഞ്ഞപ്പോൾ എന്തായാലും കറക്റ്റ് നമ്മളിലുള്ള പ്ലാന്റ് തന്നെയായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാടൻ ജമന്തിയുടെ മഞ്ഞ ഇതുപോലെ അങ്ങ് പൂ പിടിച്ച് കിടക്കുകയാണ്. ഇതിനെയൊക്കെ പ്ലാന്റ് ആക്കി ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അങ്ങനെ ഞാൻ പറഞ്ഞ കൂട്ടിന് മില്യൺ മിൽസ് ആ പുള്ളിക്കാരി ഇങ്ങനെ പ്ലാന്റ് വാങ്ങി. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല, പുള്ളിക്കാരിയുടെ റീഫണ്ട് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ പുള്ളിക്കാരി പ്ലാന്റ് തന്നു. ഞാൻ 3 വട്ടം ഇതേ പ്രോബ്ലം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, പ്രോട്ടീൻ മിക്സ് ചിതറി പോകുന്നുണ്ടോ ഒന്ന് സൂക്ഷിക്കാമെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരി പഴയതുപോലെ തന്നെ അയച്ചു.
ലാസ്റ്റ് ഒടുക്കിന് എനിക്ക് പ്ലാന്റ് ഞാനിങ്ങനെ പിന്നെയും നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ, മില്യൺ ബിൽസ് അത്രമേൽ ആഗ്രഹമുള്ള പ്ലാന്റ് ആണല്ലോ. പിന്നെയും പോയി പ്ലാന്റ്സ് എങ്ങാനും ഒന്ന് കിട്ടുമ്പോൾ റെഡിയായി കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെയും പോയപ്പോൾ എന്താ പുള്ളിക്കാരി പറഞ്ഞതെന്നറിയാമോ? എനിക്ക് പ്ലാന്റ് തരുമ്പോൾ പുള്ളിക്കാരിക്ക് എന്തോ ഇടങ്ങേറ് ഫീൽ ചെയ്യുന്നെന്ന്. എനിക്കത് കേട്ടപ്പം നല്ല ദേഷ്യം വന്നു. കാരണം 5 പൈസ പോലും റീഫണ്ട് തരാണ്ട് എന്ത് ഉളുപ്പില്ലായ്മയിലാണ് അവരത് പറഞ്ഞതെന്ന് ഞാൻ ചിന്തിച്ചു. പേര് പറയണമെന്നുണ്ടായിരുന്നു, കറക്റ്റായിട്ട് അവരെ പേര് എനിക്ക് മെൻഷൻ ചെയ്യുന്നതാണെന്ന് നല്ല രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പോട്ടെ, നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പറയാനാണെങ്കിൽ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട് കേട്ടോ, അവരെയൊക്കെ പേരെടുത്ത് പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ആ പുള്ളിക്കാരി പറഞ്ഞു. പുള്ളിക്കാരിയുടെ നിന്ന് 1 പൈസ പോലും തിരിച്ച് ഞാൻ റിട്ടേൺ ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ പുള്ളിക്കാരിയുടെ സംസാരം കേട്ടപ്പോൾ പുള്ളിക്കാരി എന്തോ ഔദാര്യം എനിക്ക് തരുന്നത് പോലെയാണ് തോന്നിയത്. ഇതൊക്കെ പറയുമ്പോൾ അവരെ പേരിങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇടാനായിട്ട് എൻ്റെ നാവിൽ നിന്ന് നന്നായിട്ട് വീഴുന്നുണ്ട്. പിന്നെ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണേ. അങ്ങനെ നമ്മുടെ കുറച്ച് പ്ലാൻസൊക്കെ ഇത് എങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് പ്ലാൻസ് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരോട് ഡയറക്റ്റായിട്ട് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ഫസ്റ്റ് മെസ്സേജിൽ തന്നെ അറിയിക്കുക. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ വേണ്ടതെന്ന്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ പെറ്റൂണിയാസോ വിങ്കാസോ ഒന്നും സെയിലിനായിട്ട് ഓക്കെ ആയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹോം ഗാർഡൻ പോലെ ചെയ്യുന്നതാണ്, നമുക്ക് കാണാനായിട്ട് പ്ലാന്റ് ചെയ്യുന്നതെന്നാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊച്ചു സെയിലും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മൾ ബൾക്കായിട്ട് സെയിൽ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യും. പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോഴാണ് ഞാൻ കണ്ടിട്ടും റിപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മളിവിടെ വളഞ്ഞു കുത്തിയിട്ട് പല നമ്പേഴ്സിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാവും. പിന്നെ നമ്മളത് റിയാക്റ്റ് ചെയ്യാത്തതാണ്. ഞാൻ ആരെ പറഞ്ഞെന്നൊക്കെ ഈ മെസ്സേജ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവുമല്ലോ. അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കാണാനായിട്ടാണ് നമ്മൾ പ്ലാന്റിനെ വളർത്തുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് ചെറിയൊരു ഇൻകത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കാരണം ഒത്തിരി പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ നമുക്കും എന്തായാലും ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരിയെങ്കിലും നമുക്ക് തിരികെ റിട്ടേൺ വന്നാലേ നമുക്ക് പോട്ടെങ്കിലും തിരികെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടി സെയിലിടുന്നത്. ചെയ്യാനാണെങ്കിൽ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് സെയിൽ ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ നിൽക്കുന്ന ഒരാളല്ല. ഇതിലൊത്തിരി പെറ്റൂണിയാസ് റെഡിയായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ ആരെയും പെട്ടെന്ന് വാങ്ങിച്ചു കൂട്ടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് പോകെ എല്ലാ പ്ലാന്റ്സും ഇങ്ങനെ കുറേശ്ശെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എന്തായാലും ഉള്ള പ്ലാൻസൊക്കെ ഇങ്ങനെ സെയിൽ വീഡിയോ ആയിട്ട് ചെയ്യും. ഡയറക്റ്റായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുക. അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് മെസ്സേജ് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും ആരാ മെസ്സേജ് ചെയ്യുന്നതെന്ന്. കാരണം ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് എന്തായാലും ആളെ മനസ്സിലാവും.